ജാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടിനെതിരെ ബി.ജെ.പി. ആഹ്വാനം ചെയ്ത ബന്ദ് തുടങ്ങി. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾക്കെതിരെ നടന്ന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് ബന്ദ്. റാഞ്ചിയിൽ നിയമസഭ ഉപരോധിക്കാൻ എത്തിയ വിദ്യാർത്ഥികളെ പോലീസ് ക്രൂരമായി നേരിട്ടിരുന്നു. ടി.എസ്. ആദർശ് ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. ആദർശ്, എങ്ങനെയാണ് ഈ ബന്ദ് പുരോഗമിക്കുന്നത്? ഇന്നലെ ജാർഖണ്ഡ് ഭരണകൂടം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചുവല്ലോ. അതിൽ പ്രതിഷേധിച്ചുള്ള ബന്ദാണ്. എങ്ങനെ പുരോഗമിക്കുന്നു? ഗൗതം, ഇപ്പോൾ റാഞ്ചി ഉൾപ്പെടെ പലയിടങ്ങളിലും ബന്ദ് പൂർണ്ണം എന്നുള്ള വിവരമാണ് ജാർഖണ്ഡിൽ നിന്ന് വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ജാർഖണ്ഡിലെ ഈ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം അത് ബി.ജെ.പി. ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഈ ബന്ദോട് കൂടി തന്നെ വ്യക്തമായിരിക്കുകയാണ്. കാരണം നേരത്തെ തന്നെ ബി.ജെ.പി. ഈ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഈ നിയമസഭാ ഉപരോധവുമായി എത്തിയ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർക്കെതിരെയാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ക്രൂരമായ ലാത്തി ചാർജ് ഉണ്ടായത്. അതിൽ പ്രതിഷേധിച്ചാണ് ബി.ജെ.പി. ജാർഖണ്ഡിൽ ബന്ദ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ജാർഖണ്ഡിലെ JPSC, JSC പരീക്ഷകളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി യുവജന സംഘടനകൾ വലിയ പ്രതിഷേധമാണ് റാഞ്ചിയിൽ നടത്തുന്നത്. ഈ പ്രതിഷേധക്കാരുമായി സർക്കാർ പലവട്ടം ചർച്ച നടത്തിയെങ്കിലും പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് സർക്കാർ തയ്യാറായില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് നിയമസഭാ ഉപരോധമടക്കമുള്ള വലിയ പ്രക്ഷോഭത്തിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ നീങ്ങിയത്. ബി.ജെ.പി. ആകട്ടെ ഈ വിദ്യാർത്ഥി സംഘടനകളുടെ സമരത്തിന് പൂർണ്ണ പിന്തുണയും നൽകിക്കൊണ്ട് രംഗത്തുണ്ട്. കോൺഗ്രസ് JMM സർക്കാർ വിദ്യാർത്ഥികളെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ്, അത് അംഗീകരിക്കില്ല എന്നുള്ള നിലപാടാണ് ബി.ജെ.പിയുടേത്. അതുകൊണ്ട് തന്നെയാണ് ജാർഖണ്ഡിൽ ബന്ദ് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വിഷയത്തിലുള്ള പ്രതിഷേധം ബി.ജെ.പി. രേഖപ്പെടുത്തുന്നത്. വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കുന്നതുവരെ പ്രക്ഷോഭത്തിനുള്ള എല്ലാ പിന്തുണയും നൽകുമെന്ന് ബി.ജെ.പി. നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിദ്യാർത്ഥികളെ മർദ്ദിച്ചതിൽ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ബി.ജെ.പി. ആവശ്യപ്പെടുന്നു. എന്തായാലും ജാർഖണ്ഡ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം റാഞ്ചിയിൽ ഉൾപ്പെടെ നടക്കുന്ന ഈ പ്രതിഷേധങ്ങൾ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സർക്കാർ പലവട്ടം സമരക്കാരുമായി ചർച്ച നടത്തി. എന്നാൽ സമരക്കാരാകട്ടെ പരീക്ഷകൾ റദ്ദാക്കുക, ഒപ്പം തന്നെ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക എന്നതടക്കമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ ഈ സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നതിന് സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഗൗതം, ഓക്കെ ആദർശ്, എന്തായാലും ബി.ജെ.പി. ആഹ്വാനം ചെയ്ത ബന്ദ് ജാർഖണ്ഡിൽ പുരോഗമിക്കുകയാണ്. ഇന്നലെ ജാർഖണ്ഡിന്റെ തലസ്ഥാനമായ റാഞ്ചിയിൽ വിദ്യാർത്ഥികൾ നടത്തിയ സമാധാനപരമായ മാർച്ചിനെ ജാർഖണ്ഡിൽ അധികാരത്തിലിരിക്കുന്ന JMM കോൺഗ്രസ് സർക്കാർ അടിച്ചമർത്തിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ മുഖ്യ പ്രതിപക്ഷമായ ബി.ജെ.പി. ജാർഖണ്ഡിൽ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ആദർശാണ് വിവരങ്ങൾ നൽകിയത്.